ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഒരു സന്തോഷ വാർത്ത ഷെയർ ചെയ്യാനായിട്ട് വന്നതാണ്. എൻ്റെ പപ്പിക്കുട്ടി ക്യാരിങ്ങാണ്. ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. അവളുടെ ഒരു ഡെലിവറിയിലേക്കുള്ള ജേണിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് തുടക്കത്തിലേ പറയാം, ഇത് പല ക്ലിപ്പായിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് എത്തുക. ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് ഇവിടെ പ്രസവിച്ച് കഴിഞ്ഞിട്ടേ ഞാനിത് അപ്ലോഡ് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പം ഓരോ ടൈമിലും ഇവൾക്കുണ്ടാകുന്ന ഒരു ഇതൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഇപ്പം അവളുടെ ഹെൽത്തൊക്കെ ഓക്കെയാണ്, അവൾ സുഖമായിട്ടിരിക്കുന്നു. 1 മാസം ആയി. ഇപ്പം ഇത് എൻ്റെ അടുത്തുണ്ട്. ആള് ഇതേണ്ടിരിക്കുന്നു. പപ്പിച്ചനേ വേണ്ടേ, പപ്പിച്ചൻ എൻ്റെ അടുത്തുണ്ട്. ഇപ്പം ഞാൻ ചുമ്മാ ജസ്റ്റ് ഇവിടെ അഴിച്ചു വിട്ടതാണ് കേട്ടോ. അപ്പം ഞാൻ ഇവളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഞാനിങ്ങനെ അറിയാവുന്നവരുമായിട്ട് വിളിച്ച് ചോദിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ വരുന്നത് ചിലപ്പോൾ ഒരു മാസം ഞാൻ പറഞ്ഞില്ലേ, ഇവളുടെ ഡെലിവറി കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ വരിക കേട്ടോ. അപ്പം ഞാൻ ഓരോ പാർട്ടായിട്ട് ഓരോ പാർട്ടായിട്ട് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ക്രോസ് ചെയ്യിപ്പിച്ച സമയത്ത് ആൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പോയി അവളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അവർ ഡോക്ടർ വിശപ്പിനുള്ള മരുന്നൊക്കെ തന്നു, പിന്നെ ഒരു ടോണിക്കൊക്കെ തന്നു. അതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവൾ ഓക്കെ ആയി. ഇപ്പം നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നു. ഇപ്പം കുറച്ചുകൂടെ കഴിയുമ്പോഴല്ലേ, എനിക്ക് ആദ്യം ഒരു പട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ ഞാൻ അത്രയും ഇന്ന് കോളേജിൽ പോകുന്ന കാലഘട്ടമായിരുന്നു. അപ്പം നമ്മൾ അത്രയും അങ്ങോട്ട് ഒരു ഇത് കൊടുത്തില്ല. അപ്പം പപ്പായ ഉണ്ടായിരുന്നതുകൊണ്ട് പപ്പായൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ പപ്പായാണ് അവളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്, ഞാനും നോക്കുമായിരുന്നു. അപ്പം നമ്മൾ ഇതിനെപ്പറ്റിയൊന്നും അങ്ങോട്ട് ഇറങ്ങി ചിന്തിക്കുന്നില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ 2 പട്ടിക്കുഞ്ഞുണ്ട്, പട്ടിയുണ്ട്. അപ്പം ഞാൻ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പരിപാലിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കുന്നു. ഡോക്ടറെ അടുത്ത് ഞാൻ കൊണ്ടുപോയില്ല, ഞാൻ പോയി മരുന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ കുറച്ച് നേരം നടക്കാനായിട്ട് ഞാൻ അഴിച്ചു വിട്ടതാണ് കേട്ടോ. പപ്പീനെ കുറച്ച് നേരം അഴിക്കാനായിട്ട് അഴിച്ചു വിട്ടതാണ് കേട്ടോ. അവനവിടെ കിടന്ന് കരച്ചിലാണ്. ഇവനെ അഴിച്ചു വിട്ടേനെ, ഇവർക്ക് സങ്കടമാണ് അവനെ അഴിച്ചു വിട്ടില്ല എന്നും പറഞ്ഞ്. അപ്പം ശരി, ആളെൻ്റെ അടുത്തുണ്ട്. ഇവിടെ വാടി കാന്താരി. നമ്മുടെ പെണ്ണാണോ, അമ്മയുടെ പെണ്ണാണോ, അമ്മയുടെ പൊന്നും കൂടെ വന്നു. ആള് കണ്ട് ഇവിടെ കിടക്കുവാണ് കേട്ടോ. ആളെൻ്റെ അടുത്തുണ്ട്. ആള് ഹാപ്പി ആയിട്ടിരിക്കുന്നു. ചിച്ചേടി എൻ്റെ അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞിട്ട് അവളിവിടെ കിടക്കുവാണ്. ഇപ്പം ചോറൊക്കെ കൊടുക്കണം. ഓക്കെ, വിത്തേത്തം കുഞ്ഞുവാവയ്ക്കൊക്കെ സുഖാണോ? വാവയ്ക്കൊക്കെ സുഖാണോ? ഇന്നലെ കുളി കഴിഞ്ഞ് കുഞ്ഞുവാവ എന്തിയെ നോക്കട്ടെ. കുഞ്ഞുവാവ എന്തിയെ നോക്കട്ടെ. ഭാവി ഇനി എത്ര ദിവസമായെന്നറിയാവോ? 44 ദിവസമായി കുഞ്ഞുവാവ വയറ്റിലായിട്ട്. 44 ദിവസം. ആള് ഓക്കെയാണ്, ആൾക്ക് കുഴപ്പമൊന്നുമില്ല. ആളെ സുന്ദരിയായിട്ടിരിക്കുന്നു അല്ലേ, ക്ഷീണമൊന്നുമില്ല. പിന്നെ നമ്മളിങ്ങനെ വയറിലൊക്കെ പിടിക്കുമ്പോൾ ആൾക്ക് ചെറിയൊരു വിഷമം.
കൂടെല്ലാം സെറ്റാക്കുവാണ് കേട്ടോ. അവർ രണ്ടുപേരും ഇത് എവിടെ ഇരിപ്പുണ്ട്. ഒരാൾ ഇത് എവിടെ ഇരിക്കുന്നു, പപ്പി ഇവിടെ ഇരിപ്പുണ്ട്, മിക്ക ഇത് എവിടെ ഇരിപ്പുണ്ട്. ഹലോ. അപ്പം നമ്മുടെ പപ്പി ഇപ്പം ക്യാരിങ് ആയിട്ട് ഇന്ന് 51 ദിവസമായി കേട്ടോ. ആള് ഓക്കെയാണ്. ആള് ഇങ്ങനെ ജില്ലിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് കുറച്ച് സമയം ആളെ ഒന്ന് നടക്കാനൊക്കെ ആയിട്ട് ഇറക്കി വിട്ടതാണ് കേട്ടോ. ഏത് സമയം കൂട്ടി തന്നെ കിടന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. ഇച്ചിരിയൊക്കെ നടക്കണ്ടേ, ഇച്ചിരിയൊക്കെ വെയിൽ കൊള്ളണ്ടേ. അപ്പം അതിനായിട്ട് ഞാൻ ഇറക്കി വിട്ടതാണ്. മറ്റേ ആൾ കൂട്ടിക്കിടപ്പുണ്ട്. ആൾക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ ഇവിടെ ഇറക്കിയേന്. അപ്പം രാവിലെ ഞാനൊന്ന് അപ്പിയൊക്കെ ഇടാനായിട്ട് അയച്ചു വിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിപ്പം ഇച്ചിരി നേരം ഒന്ന് വെയിലൊക്കെ കൊള്ളാം, കുറച്ച് നേരം നടക്കാമെന്നൊക്കെ കരുതി അവളെ ഒന്ന് അയച്ചു വിട്ടതാണ്. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വാവകൾ വരാനായിട്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇങ്ങനെ പപ്പിച്ചനിൽ നടപ്പുണ്ട് കേട്ടോ. അപ്പച്ചന് ഇന്ന് 56 ദിവസമായി. അപ്പച്ചൻ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയി വരുന്നു. പിന്നെ ക്ഷീണമുണ്ട്. ഞാനന്നേരവേ ഞാൻ കാഞ്ഞിരപ്പള്ളിക്ക് പോയേക്കുമായിരുന്നു. പോയിട്ട് ഞാൻ പെട്ടെന്ന് വന്നു. ഇനി എങ്ങാനും കുഞ്ഞുമാവ ഉണ്ടാവാൻ വേണ്ടിയൊക്കെ ആണെങ്കിലോ എന്ന് ഓർത്തോണ്ട് ഓടി വന്നു. ഇപ്പം കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ ഇതേ അയച്ചൊക്കെ വിട്ടേക്കുവാണ് കേട്ടോ. അവൻ കൂട്ടിക്കിടപ്പുണ്ട്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് കേട്ടോ. മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ. പപ്പിച്ചനെ പുല്ല് തിന്നല്ല, ഇവിടെ ഇവിടെ പപ്പിച്ചനെ പുല്ല് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു പുല്ലൊന്നും തീറ്റിക്കരുതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പുല്ലൊന്നും തിന്നാലെ ഇങ്ങനെ ഷുണ്ടു ആയിട്ടിരിക്കുക കേട്ടോ. പുല്ല് തിന്നാലെ തിന്നാടി. അയ്യോ. അപ്പം ഇതുണ്ട് ഗൈസ്, ഞാൻ 3 മണി തൊട്ട് നമ്മുടെ പപ്പിയുടെ അടുത്ത് ഇരിക്കുന്നതാണ് കേട്ടോ. അവൾക്ക് പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. അപ്പം ഞാൻ 3 മണി തൊട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി എനിക്കിനി കിച്ചൂസിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ആൾക്ക് നല്ല പേടിയുണ്ട് ആളുടെ. ഞാനിങ്ങനെ കൈ എടുക്കുമ്പോഴത്തേനും ആൾക്കൊരു പേടി പോലെ ഉണ്ട്. അപ്പം ഇങ്ങനെ തിരുമ്മിക്കൊടുത്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ആൾക്ക് ഫുഡൊന്നും കൊടുത്തിട്ടില്ല. മീൻസ് രാവിലെ കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കൊടുത്തിട്ടില്ല. ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ கொஞ்சം ഫുഡൊന്നും ഇപ്പോൾ കൊടുക്കണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഫുഡ് കൊടുക്കുകയേ വേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഫുഡൊന്നും കൊടുത്തിട്ടില്ല. ആളിതേണ്ടേ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. എന്നെ എഴുന്നേറ്റ് പോകാൻ എന്നെ സമ്മതിക്കുന്നേ ഇല്ല കേട്ടോ. ഇവിടെ തന്നെ ഇരുത്തിയേക്കുമാണ്. ഞാൻ ആദ്യം ഇവിടെ കസേരയിലാണ് കയറിയിരുന്നത്. അപ്പോൾ പിന്നെ ഓർത്ത് വേണ്ട, ഇവിടെ അടുത്ത് തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അടുത്തിരിക്കുവാണ് കേട്ടോ. പാവം. നമുക്കൊക്കെ പറയാനേലും പറ്റും, ഇവർക്ക് അതിന് പോലും സാധിക്കത്തില്ലല്ലോ. കരയാൻ മാത്രമല്ലേ അറിയുള്ളൂ. നമ്മൾ മാക്സിമം എൻ്റെ കൂടെ ചേർന്നിരിക്കുക. ആൾക്ക് പെയിനൊക്കെ ആയെന്ന് തോന്നുന്നു കേട്ടോ. ആളിപ്പോൾ എൻ്റെ അടുത്തൊന്നും മാറുന്നില്ല, ഇവിടെ ഇരിക്കുവാണ്. ഞാനിവിടെ അടുത്തുണ്ട്. ഇന്ന് 57 ദിവസമായി കേട്ടോ. നമുക്ക് ഇങ്ങനെ തിരുമ്മി കൊടുക്കുമ്പോൾ ഒരാശ്വാസം ഉണ്ടായിരിക്കും. എന്താണേലും പെയിൻ കാണുമല്ലോ. ആണിങ്ങനെ എന്നെ ഇങ്ങനെ വിടാതെ നിർത്തിയേക്കുവാണ് കേട്ടോ. ഞാനിങ്ങനെ തിരുമ്മി കൊടുക്കുന്നുണ്ട്. എത്ര നേരം എടുക്കുമെന്നറിയില്ല. ഞാൻ കൈ എടുക്കുമ്പം എൻ്റെ കൂട്ടത്തിൽ വരാൻ തുടങ്ങും കേട്ടോ. ഞാൻ പൊക്കോട്ടെ? ഇല്ലില്ല, കിടന്നു. ഞാനിവിടെ ഷീറ്റ് ഇത് കൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. തുണിയൊക്കെ ഇട്ടിട്ടുണ്ട്. കിടന്നു. ആ
ഞാനിവിടെ ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുക കേട്ടോ കൊച്ചിനെ. കിച്ചൂസ് സ്കൂളിൽ നിന്ന് വന്നു. അവനോട് ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. അവനോട് എടുത്ത് കുടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൈയൊക്കെ ഇവളെ പിടിച്ച് അഴുക്കായി. അവനോട് എടുത്ത് കുടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാവം. പിന്നെ വെള്ളം കൊടുത്താണ് കേട്ടോ. അവൾക്ക് വെള്ളം വേണ്ട. അവനിവിടെ കൂട്ടിക്കിടന്ന് കരയുന്നുണ്ട്. അവനിപ്പോൾ വെള്ളം വേണ്ട. ഇവക്ക് വെള്ളം വേണ്ട. ഹലോ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ പപ്പിക്ക് കുഞ്ഞുവാവയുണ്ടായി. 5 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഒരു പാലൊക്കെ കുടിക്കുക കേട്ടോ. അവൾ നക്കി തുടച്ച് സെറ്റാക്കുവാണ്. ഇത്രയും ദിവസം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ബലം ദൈവം ഇന്ന് തന്നു. ഹാപ്പിയാണ്. ഞാൻ കാണിക്കാവേ. അപ്പോൾ ഇതുണ്ട് ഗൈസ്, നമ്മുടെ ചെറിയൊരു ബെഡ് പോലെ ഇതിനുണ്ടാക്കി കൊടുത്തു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തുണിയൊക്കെ മാറ്റി കൊടുക്കാമല്ലോ. കാർഡ്ബോർഡ് വെട്ടി അതിൻ്റെ അടിയിൽ ചാക്കൊക്കെ ഇട്ട് സെറ്റാക്കിയേക്കുവാണ്. ആള് സുഖം നക്കിയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുക. അപ്പിച്ചനെ, അമ്മയുടെ പപ്പിച്ചനാണോ ഇത്? ഞാൻ കൂട്ടിലാട്ടോ പ്രസവിച്ചത്. ഞാൻ കൈകൊണ്ട് തൊട്ടില്ല, ഞാൻ തുണിയെടുത്ത് പിടിക്കുക ചെയ്തത്. അയ്യോ, സമാധാനമായി കേട്ടോ. അപ്പം അവർ കിടക്കട്ടെ. പപ്പി പപ്പി ഡി 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 ഡി. ഗൈസ്, അപ്പം നമ്മുടെ പപ്പിയും കുഞ്ഞുങ്ങളും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അവരുടെ കണ്ണൊന്നും തുറന്നിട്ടില്ല. ഞാനേ ഇവരെ ചേഞ്ച് ചെയ്യാനായിട്ട് പിടിച്ചായിരുന്നു. അന്നേരം ഇനി ഒരു 21 ദിവസമൊക്കെ കഴിയുമായിരിക്കും തുറക്കണമെങ്കിൽ. അപ്പം അവരെല്ലാം ഓക്കെ ആയിട്ടിരിക്കുന്നു. കാപ്പിയൊക്കെ കുടിച്ച് സോറി കാപ്പിയും പോട്ടെ. എന്നായിരുന്നു അവർ കഴിച്ചത്? ഇങ്കൊക്കെ കുഴിച്ച് മിക്കന്മാരായിട്ടിരിക്കുക അല്ലേ. ഒരു പെണ്ണും 4 ബോയ്സുമാണ് കേട്ടോ. ഓക്കെ ആയിട്ടിരിക്കുന്നു. അമ്മേനെ ഒരു ഇച്ചിരി നേരം പോലും ഫ്രീ ആക്കി വിടത്തില്ല. അമ്മ എപ്പോഴും അടുത്ത് വേണമെന്ന് പറയണം. എന്നാലും അവൾ ചാടിപ്പോരുന്നുണ്ട് കേട്ടോ. പിന്നെ ചോറും ഒക്കെ അവൾ കഴിക്കുന്നുണ്ട്. ഓക്കെയാണ്, അവൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. പപ്പിച്ചനെ, അമ്മയുടെ പൊന്നെ, അമ്മയുടെ തങ്കേ, അമ്മയുടെ പൊന്നിന് വെള്ളമൊക്കെ കൊടുത്തു കേട്ടോ. കുഞ്ഞുവാവകളുണ്ടായിട്ട് ഇത് 4ാമത്തെ ദിവസമാണ് കേട്ടോ. കുഞ്ഞുവാവകളും പപ്പിക്കുട്ടനും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പിടിച്ചായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പിടിച്ചായിരുന്നു. അതുകൊണ്ട് കണ്ണ് തുറക്കാൻ ലേറ്റ് ആകുമായിരിക്കും. അല്ലേ പപ്പിച്ചനെ കുളിപ്പിച്ചിട്ടില്ല, കുളിപ്പിക്കണം. പക്ഷെ ഇപ്പം കുളിപ്പിച്ചാൽ പപ്പിക്ക് വല്ല പനിയൊക്കെ പിടിച്ചാൽ കുഞ്ഞുങ്ങൾക്കും അത് പനി പിടിക്കും. അതുകൊണ്ട് പപ്പി ഇരുന്ന് ഉറക്കം തൂങ്ങുക കേട്ടോ. 2 ദിവസമാണ്. നല്ല വെയിലുള്ള സമയത്ത് ഒരു ദിവസം എടുത്ത് കുളിപ്പിച്ചിട്ട് കുറച്ച് നേരം കൂട്ടിലൊക്കെ ഒന്ന് കിടത്തണം. അങ്ങനെയെങ്കിലും വിചാരിക്കുന്നു. ആൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല.